إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. മഹത്തായ ഒരു വിഷയവുമായി ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മൾ കേൾക്കാനും പറയാനും ആഗ്രഹിക്കുന്നത് മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിർബന്ധമായതാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. മഹബ്ബത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അത് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു അടിമ, ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, പറയേണ്ടുന്ന വാക്കുകൾ, അതിൽ ബൈനൽ ഇത്തിബാഇ വൽ ഇബ്തിദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതിൽ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രകടമാക്കിക്കൊണ്ട് ഒരു അടിമ പറയുന്ന വാക്കുകൾ, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് മഹത്തായ സൽക്കർമ്മമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ തൃപ്തി ഈ അടിമക്ക് കരസ്ഥമാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് ഖിയാമത്ത് നാളിൽ അവന് വെള്ളം കുടിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്തിന് അവൻ അർഹനാകും. പ്രവാചകൻ്റെ ആ കൂട്ടത്തിലായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു അവന് തൗഫീഖ് നൽകും. ഇങ്ങനത്തെ ഒരുപാട് ദീനിലും ദുനിയാവിലുമുള്ള നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് നേടിത്തരുന്നത്, കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലിനുള്ള സ്നേഹം ഒരാൾ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്. ചില ആളുകൾ എന്നാൽ റസൂലിനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിന് വിരുദ്ധമായ, ഒരിക്കലും ഒരു മുസ്ലിമിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത, ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് അനാചാരങ്ങളും അന്ധമായ കാര്യങ്ങളും തെറ്റായ വിഡ്ഢിത്തരങ്ങളും വാക്കുകളും ചെയ്യും. അത് ബിദ്അത്താണ്, അത് ഇബ്തിദാ ആണ്. ദീനിൽ ഒരിക്കലും തെളിവില്ലാതെ ദീനാണ് എന്ന് പറഞ്ഞ ആളുകൾ ചെയ്യുന്നതും കാട്ടുന്നതുമാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ആ വ്യത്യാസങ്ങളും, അതിൽ ഇത്തിബാ, ഖുർആൻ സുന്നത്തിനോട് യോജിച്ച നിലക്കുള്ള ആ മഹബ്ബത്ത്, അത് പ്രകടമാക്കാൻ, അത് നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യണം. ഇബ്തിദായിൽ, ബിദ്അത്തിൽപ്പെട്ട നിലക്കുള്ള ആ ചടങ്ങുകൾ, ആചാരങ്ങൾ നാം വിട്ടുനിൽക്കേണ്ടുന്ന ആവശ്യകത എന്താണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. കുട്ടികൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നിക്കിയിരിക്കുക. ആരോഗ്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇൽമിൻ്റെ സദസ്സിനെ ആദരിച്ചുകൊണ്ട് നേരെ ഈ സദസ്സിലേക്ക് അടുത്തു വന്നിരിക്കുകയും ചെയ്യുക. ഊരക്ക് കേടൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ആഫിയത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. തയ്യിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമാണ്. ഒരു അടിമയെ സംബന്ധിച്ച് അള്ളാഹുവിനുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ ലോക പരലോക അവൻ്റെ വിജയത്തിന് അനിവാര്യമായതാണ്. ശരിയായ തൃപ്തികരമായൊരു ജീവിതം, സമാധാനപൂർണമായ ഒരു ജീവിതം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോടുള്ള പരിപൂർണമായ സ്നേഹം അവന് ഉണ്ടായേ മതിയാകൂ. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവർക്ക് അള്ളാഹുവിനോട് ശക്തമായ സ്നേഹം വെച്ച് പുലർത്തുന്നവരായിരിക്കും. ഏറ്റവും വലിയ സ്നേഹം, ആ പറയുന്ന യാതൊരു ഉപാധികളുമില്ലാത്ത, യാതൊരു നിബന്ധനകളുമില്ലാത്ത നിലക്ക് പൂർണ്ണമായ സ്നേഹം ഒരു അടിമയെ സംബന്ധിച്ച് അള്ളാഹുവിനോട് മാത്രമേ ഉണ്ടാവാനും പാടുള്ളൂ. ബിതഹ്ഖീഖിഹാ യനാലുൽ അബ്ദു അൽ ഇസ്സത വസ്സആദത വൽ ഫലാഹ വൻ നജ. അള്ളാഹുവിനോടുള്ളൊരു മഹബ്ബത്ത് ഒരാൾ പൂർത്തിയാക്കിയാൽ
അതിൽ ഒരാൾക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ അവന് പ്രതാപം കരസ്ഥമാകും, അവൻ്റെ ഇരുലോക വിജയം അവന് ലഭിക്കും, അവൻ്റെ ജീവിതം കൊണ്ടുള്ള പരാജയത്തിൽ നിന്ന് മുക്തമായ വിജയത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അവന് മുന്നേറാനും കഴിയും, ആ വ്യക്തിക്ക് മുന്നേറാനും കഴിയും. മനസ്സമാധാനം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് ഉണ്ടായേ മതിയാകും. ഈ ലോകത്തും പരലോകത്തുമുള്ള ഏത് നന്മകളാണെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള മഹബത്താണ്. അള്ളാഹുവിൽ നിന്ന് ഖൈറും നിഅമത്തും ബറക്കത്തും നമുക്ക് ലഭിച്ചാലും അള്ളാഹുവിൽ നിന്ന് പരീക്ഷണങ്ങൾ ലഭിച്ചാലും നമ്മൾ ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയാലും കിട്ടിയാലും ഇല്ലെങ്കിലും യാതൊരു ഉപാധിയും വെക്കാതെ യാതൊരു നിബന്ധനയുമില്ലാതെ അള്ളാഹുവിനോട് ആത്യന്തികമായ സ്നേഹത്തോടുകൂടി ഒരു അടിമ ജീവിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞാൽ അവന് ഈ ലോകത്ത് പരലോകത്തുള്ള എല്ലാവിധ ഖൈറുകളും നന്മകളും അവന് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അന്ന ഹയാത്തൽ ഖൽബ്, മനുഷ്യ മനസ്സിൻ്റെ ജീവൻ നിലനിൽക്കുന്നത്, വനഈമഹു അതിൻ്റെ അനുഗ്രഹങ്ങൾ, വബഹ്ജതഹു അതിൻ്റെ പ്രസന്നത, വസുറൂറഹു അതിൻ്റെ സന്തോഷം മുഴുവനും, ബിമഅരിഫത്തില്ലാഹി വബിൽ ഈമാനി ബിഹി വമഹബ്ബത്തിഹി അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക, അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം കിട്ടുന്നതും അത് സന്തോഷിക്കുന്നതും അത് ആവേശം കൊള്ളുന്നതും അത് തുടികൊട്ടുന്നതും അതിന് സ്വസ്ഥത ലഭിക്കുന്നതും ഇതുകൊണ്ട് മാത്രമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഒരാൾ പൂർത്തിയാക്കുമ്പോൾ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മസാകീനു അഹ്ലി ദുനിയ, ദുനിയാവിലുള്ള ആളുകൾ പാവങ്ങൾ, ഖറജൂ മിൻഹ അവർ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയി, വമാ ദാഖു അത്യബ മാ ഫീഹ ദുനിയാവിലുള്ള ഏറ്റവും നല്ല വിഭവം നിഅമത്ത് അവർക്കൊന്ന് ആസ്വദിച്ചു നോക്കാൻ, അവർക്കൊന്ന് അനുഭവിച്ചു നോക്കാൻ കഴിഞ്ഞില്ല. ഖീല വമാ അത്യബു മാ ഫീഹ, അപ്പം അദ്ദേഹത്തിനോട് ചോദിക്കപ്പെടും, ദുനിയാവിലുള്ള ഏറ്റവും ഉത്തമമായ ഇത്തര ആസ്വാദകരമായ നിഅമത്ത് എന്താണ്? ഖാല മഹബ്ബത്തുല്ലാഹി വൽ ഉൻസു ബിഹി, അള്ളാഹുവിനോടുള്ള സ്നേഹം, അതിൽ മനസ്സിന് ഉണ്ടാകുന്ന ആ ഒരു ആനന്ദം, വശൗഖു ഇലാ ലിഖാഇഹി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങളാണ് ഏറ്റവും ആനന്ദകരമായ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടൽ സ്വർഗത്തിൽ വെച്ചാണ്. ആ കാഴ്ചയിലേക്ക്, ആ ഒരു നോട്ടത്തിലേക്കുള്ള ആശയോടുകൂടെ ഈ ലോകത്ത് മുന്നേറുക. വത്തനഉമു ബിദിക്രിഹി വതഅത്തി, അള്ളാഹുവിനുള്ള മഹബത്ത് നമുക്ക് അത് കൂടിക്കൂടി വരൽ അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുമ്പോഴാണ്, അവനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഓർക്കുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ കലാമ നമ്മൾ കൂടുതൽ പാരായണം ചെയ്യുമ്പോഴാണ്, അദ്കാറുകൾ നമ്മളിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ്. അതേപോലെ വത്വാഅത്തിഹി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കും. എന്നാൽ വമിൻ മഹബത്തില്ലാഹി അസ്സ വജല്ല മഹബത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്ക് അള്ളാഹുവിനോട് മഹബത്തുണ്ട്, ആ മഹബത്ത് പൂർണ്ണമാണ് എങ്കിൽ അതാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്തും അവനുണ്ടാവും. നമ്മുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിനോട് മഹബത്തുണ്ടെങ്കിൽ ആ മഹബത്ത് അവൻ്റെത് സഹീഹാവണമെങ്കിൽ, സ്വീകാര്യോഗ്യമാവണമെങ്കിൽ, അത് പൂർണ്ണമാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്തുണ്ടാകണം, ഇഷ്ടം സ്നേഹമുണ്ടാവണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഇന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അള്ളാഹുവിൻ്റെ റസൂലിനെ ഇന്നമാ യുഹബ്ബു ലി അജലില്ലാ, റസൂലിനെ ഒരാൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ അള്ളാഹു നമ്മളിലേക്ക് അയച്ച ദൂതൻ, ആ ദൂതനെ നമ്മൾ സ്നേഹിക്കണം. വയുത്വാഉ ലി അജലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുസരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. വമൻ അത്വാഅ റസൂല ഫഖദ് അത്വാഅ അല്ലാഹ്, റസൂലിന് ഒരാൾ വഴിപ്പെട്ടാൽ അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടു. വയുത്തബഉ ലി അജലില്ലാ, ആ റസൂലിനെ മാതൃകയാക്കാൻ പിന്തുടരാൻ അള്ളാഹുവിൻ്റെ കൽപ്പന നമുക്കുണ്ടായതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ആ റസൂലിനോട് നമ്മൾ പിന്തുടരുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, പ്രവാചകരെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ, അത് വാദിക്കുന്നുണ്ടോ, അത് പറയുന്നുണ്ടോ, നിങ്ങൾ ആ പറയുന്ന വാക്കിൽ വാദത്തിൽ സത്യസന്ധരാണെങ്കിൽ തെളിയിച്ചു തരേണ്ടത് ഫത്തബിഊനി, നിങ്ങൾ എന്നോട് പിൻപറ്റണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റണം. അള്ളാഹുവിനോട് മഹബത്തുണ്ട്, സ്നേഹമുണ്ട് എന്ന് എല്ലാവരും അവകാശപ്പെടുന്നവരാണ്. എന്നാൽ ആ പറയുന്ന വാദത്തിൽ ആളുകളുടെ സത്യസന്ധത തെളിയിക്കേണ്ടത്, ആ പരീക്ഷണത്തിൽ, ആ പരീക്ഷയിൽ അവർ വിജയം തെളിയിച്ച് കാണിക്കേണ്ടത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ഇത്തിബാ, ആ റസൂലിനെ പൂർണ്ണമായ നിലക്ക് പിന്തുടരുക എന്നുള്ള വിഷയത്തിൽ കൃത്യത പാലിച്ചുകൊണ്ട്. എന്നാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പ്രവാചകനോട് പിന്തുടരുന്നു, അതിന് പ്രതിഫലം എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇങ്ങോട്ടും സ്നേഹിക്കും. അതുകൊണ്ട് ഫമഹബ്ബത്തുല്ലാഹി ജല്ല വഅല ലാ തൻഫകു അൻ മഹബ്ബത്തി റസൂലിന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കണം. അള്ളാഹുവിനുള്ള മഹബ്ബത്തുണ്ട്, റസൂലിനോടുള്ള സ്നേഹമില്ല. അതല്ലെങ്കിൽ റസൂലിനോട് സ്നേഹമുണ്ട്, അള്ളാഹുവിനുള്ള മഹബ്ബത്തില്ല. ഇതൊരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഒരുമിച്ച് കൂടാൻ പാടില്ലാത്ത കാര്യം. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ റസൂലിനോടും സ്നേഹമുണ്ടാകും, റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ അവന് അള്ളാഹുവിനോടും സ്നേഹമുണ്ടാകും. ഇങ്ങനെയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂടി വന്നാൽ അവന് ഈമാനിൻ്റെ ഒരു ആസ്വാദനം, ഈമാനിൻ്റെ ഒരു മധുരം അവന് ലഭിക്കും. അതിൽ 3-മതായി കൊണ്ട് പറഞ്ഞത് അതിൽ 2-മതായി പറഞ്ഞു അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവൻ്റെ റസൂലുമായിരിക്കണം. അള്ളാഹുവും അവൻ്റെ റസൂലും അല്ലാത്ത മറ്റുള്ള ഏത് വ്യക്തികളെ, വസ്തുക്കളെ എടുത്തു നോക്കിയാലും അതിലേറെ അവന് ഏറ്റവും പ്രിയമുള്ളത്, ഏറ്റവും ഇഷ്ടമുള്ളത് അവൻ്റെ മാതാപിതാക്കളോ, അവൻ്റെ സന്താനങ്ങളോ, അവൻ്റെ ഇണകളോ, അവരുടെ സമ്പത്തുകളോ, അവരുടെ സ്ഥാനമാനങ്ങളോ, സ്വന്തം ശരീരമോ, അതൊക്കെ വെച്ചുകൊള്ളു നോക്കുമ്പോൾ അള്ളാഹും റസൂലിനിലേറെ ഈ പറയുന്ന ഒന്നിനോടും ഇങ്ങനത്തെ ഒരു സ്നേഹം ഒരാൾക്കുണ്ടാവാൻ പാടില്ല. ആ ഒരവസ്ഥയിൽ ഒരാൾ എത്തുമ്പോഴാണ് അവന് ഈമാനിൻ്റെ മാധുര്യം, അതിൻ്റെ ഒരു ആസ്വാദനം, ആ ആദർശത്തിൻ്റെ ഒരു സൗന്ദര്യം അതവന് ലഭിക്കുള്ളൂ, അത് അവന് അനുഭവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകളും ഈ ഹദീസുകളും ഇതുപോലത്തെ ആയത്തുകളും ഹദീസുകളും വെച്ച് പഠിച്ചു നോക്കുമ്പോൾ അത് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. അതിൻ്റെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത അടിസ്ഥാന ശിലകളാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരാണ് ഓരോ മുഅ്മിനീങ്ങളെക്കൊള്ളയും ഏറ്റവും അത്യാവശ്യമുള്ള, ഏറ്റവും അർഹതപ്പെട്ട, ഏറ്റവും അവർ പരിഗണിക്കേണ്ടത് മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളിൽ. നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷക്കും അതിൻ്റെ ഉയർച്ചക്കും അതിൻ്റെ അഭിവൃദ്ധിക്കും അതിൻ്റെ നന്മക്കും വേണ്ടി നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയും എത്രത്തോളം ശ്രദ്ധയും കാണിക്കുന്നുവോ അതിലേറെ നമ്മൾ പരിഗണിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയോടാണ്. നമുക്ക് ആ ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ എത്താൻ തയ്യാറാവണം. അത് നമ്മുടെ ഈമാനിൻ്റെ പൂർണ്ണതയുടെ മേൽ അറിയിക്കുന്നത്. ഈ പറയുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ മുൻഗാമികളായ ഉലമാക്കൾ പറഞ്ഞു, വഹാദിഹിൽ ഔലവിയ്യ, ഈ ഒരു പ്രാധാന്യം, സ്വന്തം ശരീരത്തിനിലേറെ ഒരാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് റസൂലിനോടാണ്, അള്ളാഹുവിൻ്റെ നബിയോടാണ് എന്ന് പറയുന്നത് തതളമ്മനു അൻ യകൂന റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബ ഇലൽ അബ്ദി മിൻ നഫ്സിഹി. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ സ്വന്തം ശരീരത്തിനിലേറെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിരിക്കണം. വഅല്ലാ യകൂന ലിൽ അബ്ദി ഹുക്മുൻ അലാ നഫ്സിഹി അസ്ലുൻ ബലിൽ ഹുക്മു ലില്ലാഹി വലിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിലപാടിലെത്തുകയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും നിയമം എന്താണോ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും അധ്യാപനം കൽപ്പന എന്താണോ അതിന് പരിഗണന കൊടുക്കണം. അവൻ്റെ ഇഷ്ടത്തിനോ അവൻ്റെ താല്പര്യത്തിനോ അവൻ്റെ മറ്റുള്ള ഏതെങ്കിലും മുൻഗണനകളോ ഒന്നും തന്നെ അവൻ മുന്തിച്ചു വെക്കാതെ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനയെ അവൻ മുന്തിക്കാൻ തയ്യാറാവണം. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി വവലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. അവൻ്റെ സ്വന്തം ശരീരത്തിനിലേറെ, അവൻ്റെ സന്താനങ്ങളിലേറെ, അവൻ്റെ മാതാപിതാക്കളിലേറെ, മറ്റുള്ള എല്ലാ മനുഷ്യരിലേറെ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഞാനാകുന്നത് വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നത്. നമ്മൾ ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ സ്വന്തം ശരീരത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കും. നമ്മൾ ആരെങ്കിലും ഒരാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് നമ്മൾ പരിഗണന കൊടുക്കും. അപ്പം ഈ പറയുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ഈമാനിനെ അളക്കാൻ, അവൻ്റെ ഈമാനിൻ്റെ പൂർണ്ണത വിശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്
അവൻ്റെ സ്വന്തം ശരീരത്തിനിലേറെ, മാതാപിതാക്കളിലേറെ, മക്കളിലേറെ, മറ്റ് എല്ലാ മനുഷ്യരിലേറെ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഞാനാവുന്നത് വരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുമ്പോൾ ആ റസൂലിൻ്റെ ലക്ഷ്യങ്ങളും ആ റസൂലിൻ്റെ താല്പര്യങ്ങളും അവിടുത്തെ അധ്യാപനങ്ങളും അവിടുത്തെ കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളും അതായിരിക്കണം ഇവൻ്റെ മുന്നിൽ മുൻഗണനയുള്ളത്. ഈ വിഷയങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാവല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും, അതല്ലെങ്കിൽ മക്കളത്, കുടുംബത്തിൻ്റെത്, മറ്റുള്ള ആളുകളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരസ്പരം മത്സരിച്ചു വരുന്ന ചില ഘട്ടങ്ങളുണ്ട്. അവിടെ ഏതിന് മുൻഗണന കൊടുത്തു, ഏതിന് പ്രാധാന്യം കൊടുത്തു, ഏതിനെ ഓന് മുന്തിച്ചു എന്ന് നോക്കിയാൽ അവൻ്റെ സ്നേഹത്തിൻ്റെ ലെവല് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ സ്നേഹത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഭാര്യ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം കൽപ്പിച്ചു. സ്നേഹം അവരോട് ധാരാളമുണ്ട് നമുക്ക്. അപ്പോൾ ആ പള്ളിയിലേക്ക് പോകുന്ന ഇബാദത്തിന് മുൻഗണന കൊടുക്കുന്ന നിലക്ക് അവൻ അതിലേക്ക് പോയോ? അതല്ല ഈ ഭാര്യയുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ആവശ്യങ്ങളും നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവൻ പരിഗണന കൊടുത്തു. കുട്ടി ആ സമയത്ത് കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അതിനോടുള്ള സ്നേഹത്തിന് മുൻഗണന കൊടുത്തോ? അതിൽ അള്ളാഹുവിൻ്റെ ത്വാഅത്തിന് അവൻ പരിഗണന കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച അവിടുത്തെ സുന്നത്തിൽ പറഞ്ഞ ഒരു അധ്യാപനങ്ങൾ, കാര്യങ്ങൾ എനിക്ക് എൻ്റെ നഫ്സിന്, എൻ്റെ ശരീരത്തിന്, എനിക്കെൻ്റെ മനസ്സിൽ മറ്റു കാര്യങ്ങളാണ് നല്ലതായി തോന്നുന്നു, ഞാൻ ഏതിന് പ്രാധാന്യം കൊടുത്തു, ഏതിനെ മുന്തിച്ചു. ഇതുപോലത്തെ സമയങ്ങളിൽ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈമാനെ നമുക്ക് പരിശോധിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമയോടുള്ളൊരു സ്നേഹം ഒരാൾക്ക് കൃത്യമായ നിലക്ക്, സാദിഖായ നിഷ്കളങ്കമായ നിലക്ക് അത് അവനുണ്ടായാൽ മഹത്തായ പര്യവസാനം, വമ്പിച്ച പ്രതിഫലങ്ങൾ അതുകൊണ്ട് ഈ അടിമക്ക് നേടാൻ കഴിയും. വനഈമുൻ മുഖീം, കാലാകാലത്തെ അനുഗ്രഹങ്ങളും. ഫമൻ അഹബ്ബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബില്ലാഹി അസ്സ വജൽ മുവഹിദൻ മുഹഖിഖൻ ലഹു തൗഹീദ്, യഥാർത്ഥ മുവഹിദായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഒരാൾ കൃത്യമായ നിലക്ക് അത് നിർവഹിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ സാദിഖായ, സത്യസന്ധനായിട്ട്, നിഷ്കളങ്കവാനായിട്ട് അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ തൗഹീദോടുകൂടെയുള്ളൊരു വ്യക്തി അത് പൂർണ്ണമായി നിർവഹിച്ചാൽ, കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ജന്നാത്തിൻ നഈം, സ്വർഗ്ഗത്തിൽ പ്രവാചകന്റെ കൂടെ കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖ്, ആ മഹത്തായ പ്രതിഫലം അള്ളാഹു ഈ അടിമക്ക് നൽകും. ഈ അടിമക്ക് നൽകും അള്ളാഹുവിൻ്റെ ഫളല് കൊണ്ട്, നിഅമത്ത് കൊണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ആ ഹദീസിൽ അദ്ദേഹം പറയാണ്, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്സാ, ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കുകയാണ്. മത്തസ്സാഅത്തു, ഇതാണ് ചോദ്യം. അറാബിയായൊരു മനുഷ്യനായിരുന്നു, ഗ്രാമീണനായൊരു മനുഷ്യൻ പ്രവാചകനോട് വന്ന് ചോദിച്ചു, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സമയത്താണ് എന്നതിന് മറുപടി പറയുന്നതിന് പകരം പറഞ്ഞു, മാദാ അഅദത്ത ലഹ, വന്ന് ചോദിക്കുന്നത് കേട്ടാൽ ഖിയാമത്ത് നാളിനും സ്വർഗത്ത് കടക്കാനൊക്കെ തയ്യാറായി നിൽക്കുന്ന ആളെ ചോദ്യം പോലത്തെ ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യം പ്രസക്തമല്ലാത്തത് കൊണ്ട് ശരിയായ ഭാഗത്തിലേക്ക് ആ മനുഷ്യനെ തിരിച്ചുവിട്ടുകൊണ്ട് ചോദിച്ചു, മാദാ അഅദത്ത ലഹ, സ്വർഗത്തിന് ആ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് നീ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാൾ വന്നാൽ പിന്നെ ഇബാദത്തും ഒരു അമലും നടക്കൂല. അപ്പം ആ സമയത്തേക്ക് വേണ്ടി നീ എന്തൊരുക്കി വെച്ചവനാണ്? നമ്മൾ എപ്പോഴാണ് ഖിയാമത്ത് നാൾ, എപ്പോഴാണ് മരണം എന്ന് അതിൽ ഉത്കണ്ഠപ്പെടുന്നതിന് പകരം മരിക്കുന്ന സമയത്തേക്ക് ഞാൻ എന്ത് ഈ ലോകത്ത് വെച്ച് വിഭവങ്ങൾ ഒരുക്കി വെച്ചു, ത്വാഅത്തിൽ എത്ര മുന്നേറി, സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്തു, വീഴ്ചകളും തെറ്റുകളും വന്നതിൽ എത്ര പശ്ചാത്തപിച്ചു, ഇതായിരിക്കണം നമ്മളെ ഉത്കണ്ഠപ്പെടുത്തേണ്ടത്. നീ എന്താണ് ആ ഖിയാമത്ത് നാളിന് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ കാല, ആ മനുഷ്യൻ പറഞ്ഞു, ലാ ഷൈ, പറയത്തക്ക നിലക്കൊന്നും എന്നും എനിക്കൊരു ഇബാദത്തും അമലൊന്നും പറയാനില്ല. ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പറയത്തക്ക നിലക്ക് എന്നാണ് സുന്നത്തായ ധാരാളം ഇബാദത്തുകൾ ഒരുക്കി കൂട്ടി വെച്ചിട്ടില്ല, ഫർളൊന്നും ചെയ്തിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയായിരുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ തിരുത്തുമായിരുന്നു. നിർബന്ധമൊന്നും ചെയ്തിട്ടില്ല, ഹുബ്ബുൻ നബി മാത്രം ഉണ്ടായാൽ മതി എന്ന ആ ഒരു ധാരണയാണെങ്കിൽ പ്രവാചകൻ ആ മനുഷ്യനെ തിരുത്തുമായിരുന്നു. സുന്നത്തായ ധാരാളം അമലുകളൊന്നും ചെയ്ത് എനിക്ക് അവകാശപ്പെടാനില്ല, പക്ഷേ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, എന്നാൽ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനുള്ള മഹബ്ബത്ത് ആ മനുഷ്യൻ എടുത്തു പറഞ്ഞു. അപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചു അവരെ കൂടെ നിനക്ക് ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂടാനും അവിടെ വരാനും കഴിയും. നീ ആരെയാണോ സ്നേഹിച്ചു നീ അവരെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞു.
ഇത് കേട്ട സമയത്ത് ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ധാരാളം അമൽ ചെയ്ത, റസൂലിന് ഒരുപാട് ഖിദ്മത്ത് ചെയ്ത, ഒരുപാട് ഇൽമും ഇബാദത്തുമുള്ള അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅന ഉഹിബ്ബു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ വഅബാ ബക്കറിൻ വഉമർ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിബാറുകളായ സഹാബത്തിൽ പ്രമുഖരായ ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ സ്നേഹിക്കുന്നുണ്ട്. വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും. ഞാൻ അവരെ സ്നേഹിക്കുന്നത് കാരണം അവരെ കൂടെ ഖിയാമത്ത് നാളിൽ ഞാൻ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറെ ഹദീസുകളുടെ റിവായത്തുകളിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഹദീസ് കേട്ടിട്ടുള്ള അത്ര ഒരു സന്തോഷം മറ്റ് പലപ്പോഴും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ അമലുകൾ ഇബാദത്തുകളില്ലെങ്കിലും അവരെ പോലത്തെ പദവി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഖിയാമത്ത് നാളിൽ അവരോടുള്ള സ്നേഹം കാരണം അവരെ കൂടെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. വഇല്ലം അഅമൽ ബിമിസ്ലി അമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾ പോലത്തത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ സത്യസന്ധനായി സാദിഖായി ഒരാൾ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം മഹത്തായ പ്രതിഫലങ്ങൾ അതിൻ്റെ മേൽ ആ വ്യക്തിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ കൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത യൗമൽ ഖിയാമ, നീ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടെയാണ് എന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂലിനെയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ ഹദീസ് പല ആളുകളും ഇന്ന് തെറ്റായി മനസ്സിലാക്കി നിർബന്ധമായതുപോലും ഇബാദത്തുകൾ നിർവഹിക്കാതെ ഹറാമായ തെറ്റായ നിഷിദ്ധമായ കാര്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് അവർ പറയും ഞങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾ ഹുബ്ബുൻ നബി ഉള്ളവരാണ് എന്ന് പറയും. അതൊരിക്കലും അല്ല എന്ന് പറഞ്ഞ് തിരുത്തിക്കൊണ്ട് ഹസൻ ബസ്രി റഹ്മഹുള്ള പറയാണ്, ഈ ഹദീസ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഫമൻ അഹബ്ബ ഖൗമൻ, ആരെങ്കിലും ഒരു വിഭാഗം ജനങ്ങളെ സ്നേഹിച്ചാൽ ഇത്തബഅ ആസാറഹും, അവരുടെ പാദങ്ങൾ അവരുടെ കാലടികൾ ഇവർ പിന്തുടരാൻ തയ്യാറാകും. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി അനുകരിക്കാൻ ഇവർ തയ്യാറാകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് പലരും പല പന്ത് കളിക്കാരായ ആളുകളൊക്കെ സ്നേഹിക്കുമ്പോൾ ചെക്കന്മാർ അവർ ധരിച്ച് ഓലെ പേരുള്ള ടീഷർട്ട് ധരിക്കും, ഓല് മുടി വെട്ടിയതുപോലെ വെട്ടും, ഓല് നടക്കുന്നത് പോലെ പന്ത് ക്യാച്ച് ചെയ്യും, ഹെഡ് കുത്തും, ഇവരെ തല പൊളിഞ്ഞാലും ഇവരവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കി കൃത്യമായി ചെയ്യുന്ന അനുകരിക്കുന്ന ആളുകളുണ്ടാകും. അവരോട് സ്നേഹം ഇവർക്കുള്ളത് പ്രകടിപ്പിക്കൽ അങ്ങനെയാണ്. എന്നതുപോലെ തന്നെ ആരെങ്കിലും ഒരു ജനങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇത്തബഅ ആസാറഹും, അവരുടെ കാൽപാദങ്ങളെ അവരുടെ കാലടികളെ അവരുടെ അവശിഷ്ടങ്ങൾ അവർ ബാക്കി വച്ചതിനെ ഇവർ പിന്തുടരാൻ തയ്യാറാകും. വതഅഖുദു ബിഹദീഹിം, അവരുടെ മാർഗം കൃത്യമായി സ്വീകരിക്കുകയും ചെയ്യും. വതഖ്തലി സുന്നതഹും, അവരുടെ ചര്യ ഇവർ പിന്തുടരുകയും അത് തേടി അന്വേഷിച്ചു പോകും. വതുസ്ബിഹു വതുംസി വഅൻത അലാ മൻഹജിഹിം, രാവിലെയും വൈകുന്നേരവും മുഴുവനും നീ അവരുടെ മാർഗത്തിലായിരിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുമയും സഹാബത്തിനെയും സ്നേഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ മൻഹജിനെ കൃത്യമായി ഫോളോ ചെയ്യാൻ തയ്യാറാകും. അവരുടെ സുന്നത്ത് ഏതാണ്, അവരുടെ മാർഗം ഏതാണ്, അത് അന്വേഷിച്ച് പരിശോധിച്ച് അതിൽ പിന്തുടരാൻ തയ്യാറാകും. ഹരീസൻ അൻ തകൂന മിൻഹും, അവരുടെ കൂട്ടത്തിൽ ആകാൻ വേണ്ടിയുള്ള ആർത്തികാരണം. ഫതസ്ലുകു സബീലഹും, അവരുടെ വഴിയിൽ നീ സഞ്ചരിക്കും. വതഅഖുദു തരീഖഹും, അവരുടെ മാർഗം നീ സ്വീകരിക്കും. വഇൻ കുൻത മുഖസ്സിറൻ ഫിൽ അമൽ, പ്രവർത്തനങ്ങളിൽ കുറച്ചൊക്കെ കുറവും വീഴ്ചയും ഉണ്ടെങ്കിൽ പോലും. ഇതാണ് ഒരു കൂട്ടരെ സ്നേഹിക്കുന്ന ആളുകൾ കൃത്യമായി ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇന്ന് ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഹസനുൽ ബസ്രി റഹ്മഹുള്ള പറഞ്ഞതുപോലെ അവരുടെ മാർഗം സ്വീകരിക്കണം, അവരുടെ വഴിയിൽ സഞ്ചരിക്കണം. അവരുടെ സുന്നത്ത് ഏതാണ്, ചര്യ ഏതാണ്, മാർഗം ഏതാണ് എന്ന് പഠിക്കാനും പരിശോധിക്കാനും അത് പരിശോധിച്ച് ജീവിതത്തിൽ പകർത്താനും തയ്യാറാകും. എന്നല്ലാതെ വാക്കുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയാം, അവർക്ക് വിരുദ്ധമായി കൊണ്ട് ജീവിക്കുക, സഞ്ചരിക്കുക, അതൊരിക്കലും നടക്കൂല. മഹബത്ത് എന്ന് പറയുന്നത് അത് ഹൃദയത്തിലുള്ള ഒരു അമലാണ്. നമ്മുടെ ഹൃദയത്തിലാണ് ദേഷ്യം, കോപം, അതേപോലെ തന്നെ സ്നേഹം, ഇതൊക്കെ ഹൃദയത്തിലാണ്. പക്ഷേ അതിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും ഈ വ്യക്തിയുടെ വാക്കുകളിൽ കൂടെ അവൻ്റെ സംസാരങ്ങളിൽ കൂടെ പുറത്തേക്ക് വരിക എന്നുള്ളതാണുള്ളത്. അത് പ്രകടമാകൽ അവൻ്റെ അവയവങ്ങളിൽ കൂടിയാണ്. ചിലപ്പോൾ വാക്കായിട്ട്, ചിലപ്പോൾ പ്രവൃത്തിയായിട്ട്.
അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവും അവൻ്റെ റസൂലും സ്നേഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അത് അവന് പ്രേരണയായിരിക്കണം. അവൻ്റെ വാക്കുകൾ അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും. അവൻ്റെ പ്രവൃത്തികൾ അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ട കൽപ്പിച്ച കാര്യങ്ങളായിരിക്കും. വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണെങ്കിലും നാവ് കൊണ്ട് പറയുന്നതാണെങ്കിലും അതേപോലെ അള്ളാഹും അവൻ്റെ റസൂലും വെറുത്ത കാര്യങ്ങൾ ഇവൻ ഒഴിവാക്കാൻ തയ്യാറാവുകയും വേണം. യഥാർത്ഥ മഹബ്ബത്ത് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിൽ അവൻ സത്യസന്ധനാണെങ്കിൽ അള്ളാഹും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യും, അള്ളാഹും അവൻ്റെ റസൂലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. അള്ളാഹും അവൻ്റെ റസൂലും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കും. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കും. അവൻ്റെ ആദർശത്തിലാണെങ്കിലും അവൻ്റെ വാക്കുകളിലാണെങ്കിലും അവൻ്റെ പ്രവൃത്തികളിലാണെങ്കിലും അങ്ങനെയായിരിക്കും. അപ്പോൾ മുഹിബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹബ്ബത്തൻ സ്വാദിഖ, സത്യസന്ധമായി റസൂലിനെ സ്നേഹിക്കുന്ന ആൾ ളാഹിറുഹു വബാത്തിനു, അവൻ്റെ ഉള്ളും പുറവും മുത്തബിഉൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോട് പിന്തുടർന്നു കൊണ്ടേയായിരിക്കും. അവൻ്റെ ഉള്ളും പുറവും അവൻ്റെ വിശ്വാസം അങ്ങനെയായിരിക്കും. അവൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയായിരിക്കും. ഫീ മൻശതിഹി വമക്റഹി, അവന് ഉന്മേഷവും ആവേശമുള്ള സമയത്തും അവന് വെറുപ്പും താല്പര്യവും ഇല്ലാത്ത സമയത്തും ഫീ സിർരിഹി വഅലാനിയതിഹി, അവൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ മാത്രം അള്ളാഹും അത് ചെയ്യുന്നവനായിരിക്കും. അള്ളാഹും അവൻ്റെ റസൂലും വിരോധിച്ച വെറുക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നവനായിരിക്കും. ബാദിരൻ കുല്ലമാ ഫീ വുസ്ഇഹി ലിൽ വുഖൂഫി അലാ ഹദി, പ്രവാചകന്റെ ആ മാർഗം ഏതാണോ അവിടെ ചെന്ന് നിൽക്കാൻ ഒരു വ്യക്തി അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വത്തിബാഇ സുന്നത്തിഹി, റസൂലിൻ്റെ സുന്നത്തിനെ പിൻപറ്റാൻ. മുതഹർരിയൻ ഫീ ജമീഇ ദാലിക്, അതിൽ അവൻ എല്ലാ സമയത്തും സൂക്ഷ്മത പാലിക്കും. തൗജീഹാത്തിഹി ഫീ ജമീഇ തൗജീഹാത്തിഹി, പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങൾ അന്വേഷിക്കും. വസുന്നത്തിഹി, പ്രവാചകന്റെ സുന്നത്ത് മാർഗമേതാണ് എന്ന് അന്വേഷിക്കും. വസീറത്തിഹി, റസൂലിന്റെ ചരിത്രം എന്താണ് എന്ന് അവൻ പഠിക്കും, അന്വേഷിക്കും. വശറഇഹി വഹദീഹി, പ്രവാചകൻ നമുക്ക് നിയമമാക്കിയ കാര്യങ്ങൾ ഏതാണോ അത് അവൻ അന്വേഷിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. യഥാർത്ഥ മഹബത്തുള്ള ആളുകൾ ഇങ്ങനെയാണ്. ഇത്തിബാഓടുകൂടെ ഖുർആൻ സുന്നത്തിന് വിധേയപ്പെട്ടുകൊണ്ട് റസൂലിനെ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെയായിരിക്കും. പ്രവാചകന്റെ സുന്നത്ത് പഠിക്കാൻ, അതിൽ സൂക്ഷ്മത കാണിക്കാൻ, അത് എവിടെയാണ് ലഭിക്കുക എന്നുള്ളത് അന്വേഷിക്കാൻ, അത് അന്വേഷിച്ച് പഠിച്ച് സൂക്ഷ്മമായ നിലക്ക് അതിൽ പിന്തുടർന്നു പോകുന്ന ആളായിരിക്കും യഥാർത്ഥ മുഹിബ്ബാണെങ്കിൽ, യഥാർത്ഥ മഹബ്ബത്തുള്ള ആളാണെങ്കിൽ. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന ഖൗമൻ സഅമു മഹബ്ബത്തല്ലാഹ്, ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് വാദിച്ചു. ഫബ്തലാഹും അല്ലാഹു, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സൂറത്തു ആല ഇമ്രാനിലുള്ള ഈ ആയത്ത് കൊണ്ട് അവരെ പരീക്ഷണത്തിന് വിധേയമാക്കി. ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾ ഓരോരുത്തരെടുത്ത് പരിശോധിച്ചാൽ ഞാൻ അള്ളാഹുവിനെ വെറുക്കുന്ന ആളാണ്. ആരെങ്കിലും പറയും എനിക്ക് റസൂലുള്ളാഹിനോട് വെറുപ്പാണ് എന്ന് ഒരു മുസ്ലിം പറയോ? ശരിയായ ബുദ്ധിയുള്ളൊരു മുസ്ലിമാരും അത് പറയൂല. ഞാൻ അള്ളാഹുവിനോട് മഹബ്ബത്തുള്ള ആളാണ്, റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ള ആളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകൾ ഇങ്ങനെ വാദിച്ചു വന്നപ്പോൾ അവരുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി പരീക്ഷണത്തിൻ്റെ രായത്തിറക്കിയിട്ട് അള്ളാഹു പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നോട് പിൻപറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തിബാ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂലാണ്, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അയച്ച ആ ദൂതനെയും നമ്മൾ സ്നേഹിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരൊക്കെ അനുസരിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അവരെയും നമ്മൾ അനുസരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനോട് പിന്തുടരാൻ നമ്മോട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആ പ്രവാചകനോട് പിൻപറ്റാൻ തയ്യാറാകണം. എന്നാലേ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുകയുള്ളൂ. ആർക്കും അങ്ങോട്ട് വലിയൊരു സമ്പന്നനാണെങ്കിൽ, വലിയൊരു അധികാരിയാണെങ്കിൽ, വലിയ ഉന്നത സ്ഥാനത്തുള്ളവരാണ് ഞാൻ ആളെ സ്നേഹിക്കുന്നു എന്ന് പറയാം. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ആ സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു കിട്ടണ്ടേ നമുക്ക്? അതല്ലേ നമ്മൾ ആവശ്യങ്ങൾ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നെല്ലാവരും അവകാശപ്പെടുന്നു. അതിന് തെളിവ് എന്നോണം അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പറയുന്നതിൽ സത്യസന്ധരാണെങ്കിൽ ഈ പറയുന്ന പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കണം. ഫത്തബിഊനി, നിങ്ങൾ എന്നോട് പിൻപറ്റണം. എന്നാലേ യുഹിബ്ബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അതിന് പ്രതിഫലം എന്നോണം അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ.
അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ പറയുന്ന ഇത്ര മഹത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ഈ മഹബത്ത് ഇന്ന് ലോകത്ത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നല്ലൊരു വിഭാഗം ആളുകൾ അത് പറയുന്നത് ഈ ആയത്ത് വെച്ച് നോക്കിയാൽ അള്ളാഹു പറഞ്ഞ ഈ ഉപാധി പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ചാൽ നല്ലൊരു വിഭാഗം ആളുകളും അവരുടെ ഈ വാദത്തിൽ കള്ളന്മാരാണ്. അവർ സത്യസന്ധരല്ല എന്നുള്ളതാണ്. പ്രവാചകന്റെ സുന്നത്ത്, പ്രവാചകന്റെ മാർഗം, മൻഹജ്, അധ്യാപനങ്ങൾ കൃത്യമായ തെളിവുകളോടുകൂടെ മുന്നിൽ വന്നാൽ പോലും സ്വീകരിക്കാൻ തയ്യാറല്ലാതെ അവർ പ്രവാചകനോടുള്ള മഹബത്തും അള്ളാഹുവിനോടുള്ള മഹബത്തും അത് വാദിച്ചു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, അതിൽ സത്യസന്ധനാണ് എന്നുണ്ടെങ്കിൽ ആ പ്രവാചകനെ മാതൃകയാക്കാൻ തയ്യാറാവണം. ആ പ്രവാചകന്റെ സുന്നത്തുകളെ പിന്തുടരാൻ തയ്യാറാവണം. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന വിശ്വാസപരമായ കാര്യങ്ങളിലും ആരാധനകളിലും അതുപോലെ തന്നെ സ്വഭാവങ്ങളിലും മര്യാദകളിലും നിർബന്ധമായതാണെങ്കിലും സുന്നത്തായതാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഫീ അക്ലിഹി വശുർബിഹി വലിബാസിഹി, അവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അവൻ്റെ പാനീയങ്ങൾ അത് കഴിക്കുന്ന കാര്യത്തിൽ, അവൻ്റെ വസ്ത്രധാരണയുടെ വിഷയത്തിൽ, അവൻ്റെ ശരീരത്തിൽ മുളച്ച ഒരു രോമം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ പോലും, അവൻ്റെ ശരീരത്തിൽ മുളച്ച ഒരു രോമം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ആ പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങളെ പിന്തുടരാൻ തയ്യാറാവണം. അവൻ മഹബത്ത് വാദിക്കുന്ന കാര്യത്തിൽ സത്യസന്ധനാണ് എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ ബഹുമാനിക്കാൻ തയ്യാറാവണം. ആ റസൂലിനോടുള്ള അദബുകൾ പാലിക്കാൻ തയ്യാറാവണം. ആ പ്രവാചകൻ പറയാത്ത കാര്യങ്ങൾ ഹദീസാണ് എന്ന് പറഞ്ഞ ആളുകളോട് പറയാതെ നിൽക്കണം. ബലഹീനമായ ഹദീസുകളുണ്ടാകും. പ്രവാചകനിൽ നിന്ന് സഹീഹായ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്ത് വരാത്ത അധ്യാപനങ്ങൾ എന്ന് പറഞ്ഞ ഹദീസാണ് എന്ന് പറഞ്ഞ കള്ള ഹദീസുകളുണ്ടാകും, ബലഹീനമായ ഹദീസുകളുണ്ടാകും. അതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകനോടുള്ള അദബുകേട് കാണിക്കാതിരിക്കണം. ഹദീസിന്റെ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സൂക്ഷ്മമായി, വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത ആ വിഷയത്തിൽ ഇന്ന് നല്ലൊരു വിഭാഗം ആളുകളും പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ബലഹീനമായ ഹദീസുകൾ വെച്ചാണ്. മറ്റു ചില ആളുകൾ കള്ള ഹദീസുകൾ വെച്ചാണ്. ഈ പറയുന്ന അദബുകേടുകൾ, ഈ പറയുന്ന വിവരക്കേടുകൾ ചെയ്യാതിരിക്കണം. തഅളീമുൻ മശ്റൂഉൻ യഖ്തളി തഅളീമ ബിൽ ഖൽബ്, ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ആ പ്രവാചകനോടുള്ള അതിമഹത്തായ ആദരവുണ്ടായിരിക്കണം. ബിഇഅ്തിഖാദി കൗനിഹി റസൂലൻ, അത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ള വിശ്വാസം. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒരു മനുഷ്യനാണെന്ന്. തെളിവ് പറയും, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലത്തെ സാധാരണ മനുഷ്യനാണ്. പല ആളുകൾ മാനുഷികമായ വിഷയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലത്തെ സാധാരണക്കാരനായ മനുഷ്യന്. ഭക്ഷണപാനീയങ്ങൾ വേണം, വിഷമങ്ങളുണ്ടാകും, ദാഹങ്ങളുണ്ടാകും, വിശപ്പുണ്ടാകും, രോഗങ്ങളുണ്ടാകും, ആ വിഷയത്തിലൊക്കെ സാധാരണക്കാരനാണ്. എന്നാൽ അവിടെ മാത്രം പറഞ്ഞു നിർത്തിയാൽ ആ റസൂലിനോടുള്ള അദബ് പാലിക്കാത്ത ആളുകളാകും നമ്മൾ. ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് മാത്രമല്ല അള്ളാഹു ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് യൂഹാ ഇലയ്യ എന്നുകൂടി തുടർന്ന ആയത്തിൽ പറയുന്നു. ഇന്നമാ അന ബശറും മിസ്ലുക്കും, മാനുഷികമായ കാര്യങ്ങളിൽ ഞാൻ നിശ്ചയം നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇല്ലാത്തൊരാദരവ്, ഒരു പ്രത്യേകത, ഒരു പരിഗണന എനിക്കുണ്ട്. യൂഹാ ഇലയ്യ, അള്ളാഹുവിൻ്റെ സന്ദേശം എന്നിലേക്ക് അയക്കപ്പെടുന്നവരാണ്. അള്ളാഹു അവൻ്റെ അടിമകളോട് പറയേണ്ടുന്ന കാര്യങ്ങൾ, അവൻ്റെ നിയമങ്ങൾ കൃത്യമായി ഈ പ്രവാചകനിലേക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ബഹുമാന ആദരണീയനായി അള്ളാഹു തെരഞ്ഞെടുത്ത ആളാണ്. അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ബിഇഅ്തിഖാദി കൗനിഹി റസൂലൻ മുസ്തഫൻ, അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സെലക്ഷൻ വിധേയരായ ആളാണ്. സാധാരണക്കാരായ ആളുകൾക്കില്ലാത്ത ആദരവും പരിഗണനയും ലഭിച്ച ആളാണ്. എന്നാൽ ദൂന ഗുലൂവിൻ ഔ ജഫാ, പരിധി വിടാനോട് പാടുമില്ല. ഖുർആനിലും സുന്നത്തിലും നമുക്ക് പഠിപ്പിച്ച് തന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകാനും പാടില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറയും. അബ്ദുല്ലാഹി വറസൂലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്ന സമയത്ത് വളരെ കൃത്യമായ വചനങ്ങളാണത്. വളരെ വ്യക്തമായ, ആദരവുള്ള,
പരിധി വിട്ടുകടക്കാത്ത പ്രവാചകനുള്ള ബഹുമാനാദരവുകൾ മുഴുവനും വകവെച്ചു കൊടുക്കുന്ന വാക്കാണ്. വളരെ ലളിതമായ രണ്ട് വാക്കുകൾ. അബ്ദുല്ലാഹി വ റസൂലു. അബ്ദുൻ ലാ യുക്അബ്ദുൻ ലാ യുഅബദ്. അടിമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനുള്ള ആരാധനയുടെ ഒരു അവകാശവും റസൂലിനില്ല താനും. അബ്ദുൻ ലാ യുഅബദ്. അടിമയാണ്. അദ്ദേഹത്തെ ആരാധിക്കാൻ പാടില്ല, അദ്ദേഹത്തിനോട് വിളിച്ചു തേടാൻ പാടില്ല, അദ്ദേഹത്തിനോട് സഹായത്തെ തേടാൻ പാടില്ല. അള്ളാഹുവിനുള്ള ഏതെങ്കിലും ഒരു അവകാശങ്ങൾ ആ പ്രവാചകൻ നിങ്ങൾ വകവെച്ച് വിശ്വസിച്ച് അത് പറയാനും വാദിക്കാനും പാടില്ല. അബ്ദുൻ ലാ യുഅബദ്. എന്നാൽ റസൂലുൻ ലാ യുകദ്ദബ്. അള്ളാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അടിമകളായ നമ്മെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ലാ യുകദ്ദബ്. ആ റസൂലിനെ എതിര് ചെയ്യാൻ പാടില്ല, ആ പ്രവാചകനെ കളവാക്കാൻ പാടില്ല. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ സഹിഹായ നിലക്ക് നമുക്ക് വന്നാൽ അതിനെ തള്ളാനും പാടില്ല. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മൾ. അത് അംഗീകരിച്ചവരാണ്. നമ്മുടെ നാവ് കൊണ്ടത് വെളിവാക്കി പുറത്തേക്ക് പറയുന്നവരാണ് ആ ആദർശം. എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ? എന്താ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്? എന്താണ് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഒരാൾ പറഞ്ഞാൽ ആ വ്യക്തി ഏറ്റെടുത്ത ബാധ്യത, അവൻ എടുത്ത പ്രതിജ്ഞ എന്താ? ത്വാഅതുഹു ഫീമാ അമർ. ത്വാഅതുഹു ഫീമാ അമർ. ആ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളിൽ മുഴുവനും അദ്ദേഹത്തിന് അനുസരിക്കണം എന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളിൽ മുഴുവനും നമുക്കത് പറ്റിയാലും പറ്റിയില്ലെങ്കിലും, നമ്മുടെ നാട്ടിലത് ആളുകൾ അനുകൂലിച്ചാലും ഇല്ലെങ്കിലും, അതിൻ്റെ പേരിൽ പരിഹാസങ്ങളോ വിമർശനങ്ങളോ നമുക്ക് നേടേണ്ടി വന്നാലും ഇല്ലെങ്കിലും, ത്വാഅതുഹു ഫീമാ അമർ. ആ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളിൽ മുഴുവനും അദ്ദേഹത്തിന് നമ്മൾ അനുസരിക്കും, ഞാനതിന് തയ്യാറാണ്. വതസ്ദീഖുഹു ഫീമാ അഖ്ബർ. ആ പ്രവാചകൻ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് വിവരം നൽകിയോ, കഴിഞ്ഞുപോയ സമുദായങ്ങളും അവരുടെ ചരിത്രങ്ങളും, വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, പരലോകത്തുള്ള ഒരുപാട് സംഭവങ്ങൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരം നൽകിയത് ഖുർആനിൽ കൂടെയും ഹദീസിൽ കൂടെ. വതസ്ദീഖുഹു ഫീമാ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യങ്ങൾ മുഴുവനും അത് സത്യമാണ്. അത് നമുക്ക് ദജ്ജാലുണ്ടാകും, മഹദി ഇറങ്ങി വരും, നരകത്തിന് ശിക്ഷകളുണ്ടാകും, നരകത്തിൽ കടക്കുന്ന ആളുകളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. അവിടെയൊക്കെ സംശയങ്ങളാ പലർക്കും. ഇതൊക്കെ ഇപ്പോൾ അവരുടെ ബുദ്ധിയിലിട്ടിട്ട് ഉരുക്കി തൂക്കി നോക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ ചിലത് തള്ളും, ചിലതിനെ എതിർക്കും, ചിലതിനെ അവർ ന്യായീകരിക്കും. ഒരിക്കലും ഒരു മുഅ്മിന്റെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തഅളീമിന് വിരുദ്ധമാണ്, ആദരവിന് വിരുദ്ധമാണ്, പ്രവാചകനോട് നമ്മൾ ഉണ്ടാവേണ്ടുന്ന അദബിന് വിരുദ്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വഹീഹായ ഹദീസുകളിൽ കൂടെ വന്നാൽ അത് സത്യമാണ് എന്ന് അംഗീകരിക്കണം. വജ്തിനാബു മാ അൻഹു നഹാ വസജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ തയ്യാറാവണം. വഅല്ലാ യുഅബദല്ലാഹ ഇല്ലാ ബിമാ ശറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനായി കാണിച്ചു തന്ന കൃത്യമായ തെളിവുള്ള വിഷയങ്ങൾ അതനുസരിച്ച് ഇബാദത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും പാടുള്ളൂ. നല്ലതാണ്, ഉത്തമമായതാണ്, അതൊക്കെ ഇന്നാൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ കള്ള ആരോപണങ്ങളിൽ കൂടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാനോ അത് ചെയ്യാനോ അതിൻ്റെ മേൽ ആളുകൾക്ക് പ്രേരിപ്പിക്കാനോ ഒന്നും പാടില്ല. അതൊരാളങ്ങനെ ചെയ്താൽ, ദീനുൽ ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം പുതിയതായിട്ടൊരു ആചാരം, ഒരു സൽക്കർമ്മം, ഇന്ന വിഷയം എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഏൽപ്പിച്ച അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ള വിഷയത്തിൽ പ്രവാചകൻ വീഴ്ച വരുത്തിയിട്ടുണ്ട്. എല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ല. ഇത്തരത്തിൽ നല്ല കാര്യങ്ങളുണ്ടേനോ, അപ്പോൾ അതും കൂടി നമ്മളെ വകയായിട്ട് ഞാൻ നിങ്ങൾക്ക് ജനങ്ങളെ അറിയിച്ചു തരികയാണ്, സൽക്കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞ് ഫഖദ് ഇത്തഹമർ റസൂല അല തബ്ലീഗ്. അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതയിൽ പ്രവാചകനെ തെറ്റിദ്ധരിക്കുന്നതിന് തുല്യമാണ് ബിദ്അത്ത് ഒരാൾ ചെയ്താൽ. ഇത്ര ഗൗരവമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രവാചകനോടുള്ള ആ ആദരവ് നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടാവണം. ആ റസൂലാണ് നമ്മൾ അംഗീകരിക്കണം. അതിന് പരിധി വിട്ട് കടന്നുകൊണ്ട് ഇല്ലാത്ത അവകാശങ്ങളൊന്നും റസൂലിന് വകവെച്ച് കൊടുക്കാനും പാടില്ല. അള്ളാഹു നൽകിയ ആദരവിൽ അത് നൽകാതെ ആ പ്രവാചകനെ നമ്മൾ അദബുകേടോടുകൂടെ സമീപിക്കാനും പാടില്ല. വബിദൂനി വുഖൂഇൻ ഫീ മഹ്ദൂരിൻ. ഹറാമായ കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് ആ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇന്ന്
ഈ ബിദ്അത്തിൻ്റെയും ഗുലുവിൻ്റെയും പരിധി വിടുന്നയും പ്രത്യേകിച്ച് ഈ റബീഉൽ അവ്വൽ മാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പല ആളുകളും പറഞ്ഞു പിടിപ്പിക്കുന്ന പല വിഷയങ്ങളും പരിധി വിട്ട് കടന്നതാണ്. ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് നൽകിയ ആ കാര്യങ്ങളാണ്. നാവുകൊണ്ട് ആ പ്രവാചകനെ നമ്മൾ ആദരിക്കാൻ തയ്യാറാവണം. പ്രവാചകന്റെ പേരിൽ പ്രശംസയും സ്വലാത്തുകളും സലാമുകളും ചൊരിഞ്ഞുകൊണ്ട് ബിമാ ഹുവ അഹ്ലുഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർഹിക്കുന്ന ആദരവുകൾ നമ്മൾ പറഞ്ഞുകൊണ്ട്, അതിൽപ്പെട്ട ഏറ്റവും ഉത്തമമായത് സ്വലാത്ത് എന്ന് പറയുന്നത് വളരെ മഹത്തായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്തിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ ദിനങ്ങൾ, അള്ളാഹു വളരെ ആദരവോടുകൂടെ നമുക്ക് ഇബാദത്തിന് വേണ്ടി നിശ്ചയിച്ചു തന്ന വെള്ളിയാഴ്ച ദിവസം, അതിൻ്റെ രാപ്പകലുകളിൽ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരാൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ, ടെൻഷനുകൾ, മനസ്സിലുള്ള ഉത്കണ്ഠകൾ, അതിൽ നിന്ന് മോചനം ലഭിക്കും. അതേപോലെ തന്നെ അവൻ്റെ അടുത്ത് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കും ചെയ്യും. മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവുകൾ പ്രകടിപ്പിച്ചതിൻ്റെ ചില രൂപങ്ങൾ, മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മഹുള്ള ഇദാ സുഇല അൻ ഹദീസിൻ, മഹാനായ ഹദീസിന്റെ പണ്ഡിതൻ, അദ്ദേഹത്തിനോട് ഒരു ഹദീസിനെ കുറിച്ച് ചോദിക്കപ്പെടുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽപ്പെട്ട ഒരു ഹദീസിനെ കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ ബക്കാ ഹത്താ യർഹമഹു അൽ ജാലിസൂൻ, അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും അദ്ദേഹത്തിനോട് ദയ തോന്നുമാറ്, അദ്ദേഹത്തിനോട് കരുണ തോന്നുമാറ് അദ്ദേഹം തേങ്ങി തേങ്ങി കരയുമായിരുന്നു. ഇജ്ലാലൻ വ തൗഖീറൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട്. അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി മഹാനായ ഹദീസിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം ഇദാ ഖറഅ ഹദീസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഹദീസ് പാരായണം ചെയ്യുമ്പോൾ അമറൽ ഹാദിരീന ബിസ്സുകൂത്ത്, അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് മൗനം പാലിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവ് എന്നോണം പറയും, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുകളിൽ നിങ്ങൾ ശബ്ദമുയർത്തരുത്. റസൂലിന്റെ ഹദീസാണിത്, പറയുന്നത് വേറൊരാളാണ്. എന്നിട്ട് കൂടി ആ അദബുകൾ, ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് അവരതിനെ അത്ര ബഹുമാനാദരവോടുകൂടെ പരിഗണിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സന, അതിൽ ഏറ്റവും മഹത്തായ സ്വലാത്തിന്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ മേലുള്ള സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിനോട് പ്രശംസിക്കാൻ വേണ്ടി ആ പ്രവാചകന്റെ പേരിൽ ഉന്നതമായ മലക്കുടെ സദസ്സിൽ വെച്ച് അള്ളാഹുവെ ആ പ്രവാചകന്റെ മേൽ പ്രശംസ ചൊരിയണം. എല്ലാവിധ വിപത്തുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും ആ പ്രവാചകന് സുരക്ഷ നൽകണം. ഇതാണ് സ്വലാത്ത് സലാമി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മഹത്തായ പ്രതിഫലങ്ങൾ അതിൻ്റെ മേൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു, മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബൻ, ഒരു വിഭാഗം ആളുകൾ എന്നോടുള്ള ശക്തമായ സ്നേഹമുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ട, യകൂനൂന ബഅദി, അവർ എൻ്റെ ശേഷമാണ് വരുന്നത്. പ്രവാചകൻ മരിച്ച് ഈ ലോകത്തിൽ വഫാത്തായിപ്പോൾ അതിൻ്റെ ശേഷം വരുന്നവരാ, ഖിയാമത്ത് നാൾ വരെ വരുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ. യവദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വ മാലിഹി, അവൻ്റെ കുടുംബവും സ്വത്തും മുഴുവനും കൊണ്ട് അവൻ എന്നെന്ന് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, അത്ര എന്നോട് സ്നേഹം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അവർ എൻ്റെ ഉമ്മത്തിൽ നിന്ന് എന്നോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരായിരിക്കും. നമുക്കൊക്കെ ആ സ്നേഹമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ആ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതേപോലെ റസൂലിനോടുള്ള മഹബത്തിൽപ്പെട്ടതാണ് പ്രവാചകന്റെ കുടുംബത്തിനോടുള്ള സ്നേഹം. പ്രവാചകന്റെ കുടുംബം ആ റസൂലുമായി ശരിയായ സനദും പരമ്പരയും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ തെളിവുള്ള, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമയുടെ ആ മൻഹജും ആ ദീനും ദഅവത്തും കൃത്യമായി അത് സ്വീകരിച്ച് പാലിച്ച് മുന്നോട്ട് പോകുന്ന അഹ്ലു ബൈത്ത് സയ്യിദന്മാർ, നമ്മുടെ നാട്ടിലൂടെയൊക്കെ പറയപ്പെടുന്ന തങ്ങന്മാർ എന്ന് പറയുന്നവർ, അവരിൽപ്പെട്ടൊരു കുട്ടിയാണെങ്കിലും, അവരിൽപ്പെട്ട നമ്മുടെ കാഴ്ചയിൽ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടൊക്കെ കുറച്ച് താഴെ കടയിലുള്ളവരാണെങ്കിൽ പോലും അവർ നബി കുടുംബത്തിൽപ്പെട്ടവരാണ്. പ്രവാചകനുമായി വിശ്വസ്തമായ പരമ്പരയിൽ കൂടെ ബന്ധമുള്ളവരാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദീന് മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ അവരെ നമ്മൾ മറ്റുള്ള സാധാരണക്കാരിലേറെ ബഹുമാനത്തിൻ്റെ കണ്ണുകൊണ്ട് കാണണം. ആദരവും പരിഗണനയും നമ്മൾ അവർക്ക് കൊടുക്കുമാണ്.
നേരെ മറിച്ച് പരമ്പരയും കാര്യങ്ങളും കൃത്യമല്ലെങ്കിൽ വന്ന് പറയുന്നവനൊക്കെ നമ്മൾ സയ്യിദായി കാണേണ്ട ആവശ്യം നമുക്കില്ല, ആ ബാധ്യത നമുക്കില്ല. അവരുടെ പരമ്പര, അവരുടെ കബീല, അവരുടെ തലമുറകൾ അവർ നമുക്ക് അറിയിച്ചു തരണം. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിന്റെ മറുവശത്ത് എതിർചേരിയിലുള്ള ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിൽ തങ്ങളാണ്, സയ്യിദാണ്, അഹ്ലു ബൈത്താണ്, ഷരീഫാണ്, പല രാജ്യങ്ങളിലും പല പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് ആണെങ്കിൽ അവരോട് നമുക്ക് സിമ്പതിയാണ് ഉണ്ടാവേണ്ടത്. അവരോട് നമുക്ക് സിമ്പതിയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ, നിങ്ങളുടെ പിതാമഹനായ റസൂൽ കൊണ്ടുവന്ന ദീന് നിങ്ങൾ സ്വീകരിക്കുക, അതിന് നിങ്ങൾ നേതൃത്വം കൊടുക്കുക, അതിന് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നിൽക്കി എന്ന് അവരോട് നമുക്ക് ഉപദേശിച്ചു കൊടുക്കാം. അബ്ദുൽ അസീസ് രാജാവ് മക്കയിലുണ്ടായിരുന്ന ഷരീഫുമാർ നബി കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നവരോട് പറഞ്ഞതുപോലത്തെ ഉപദേശങ്ങൾ. നിങ്ങൾ ആ റസൂലിൻ്റെ ദീന് സ്വീകരിക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക, സുന്നത്തിലേക്ക് ക്ഷണിക്കുക, അതിൻ്റെ വക്താക്കളായി ഞങ്ങളും നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ നിങ്ങളെ ആദരിക്കുമെന്ന്. അതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നബി കുടുംബത്തിൽപ്പെട്ടവരാണ്, പക്ഷേ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിന് വിരുദ്ധരായ ശിർക്കിനും ബിദ്അത്തിനും ഖുറാഫാത്തിനും വലാലത്തിനും നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ അവരോട് സിമ്പതിയാണ് നമുക്കുള്ളത്. അവർക്കുള്ള ആദരവ് അവരായിട്ട് തന്നെ കളഞ്ഞു കുളിച്ചവരാണ്. ഇതാണ് നമുക്ക് പറയാനുമുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു. ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി 2-3 പ്രാവശ്യം. മറ്റ് ഹദീസുകളിൽ കൂടെയും ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ പ്രവാചകന്റെ പത്നിമാർ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ, അവരെ സ്നേഹിക്കുക, അത് റസൂലിനോടുള്ള മഹബത്തിൽപ്പെട്ടതാണ്. പ്രവാചകന്റെ കൂട്ടുകാർ, അനുചരന്മാർ, സഹാബികൾ, അവരെ ആദരിക്കുക, സ്നേഹിക്കുക, അത് പ്രവാചകനോടുള്ള മഹബത്തിൽപ്പെട്ടത്. ആരെങ്കിലും ഒരു വിഭാഗം ആളുകൾ പറയുകയാണ് ഞങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും, എന്നിട്ട് പ്രവാചകന്റെ ഭാര്യമാരെ ചീത്ത വിളിക്കുന്നവർ, അവരെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയുന്നവർ, പ്രവാചകന്റെ അനുചരന്മാരെ കുഫാറുകളാണ്, അവർ വഴിപഴച്ചവരാണ് എന്ന് പറയുന്നവർ, അവരൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മഹബത്തുള്ളവരല്ല. അവരത് പറയുന്നുണ്ടെങ്കിൽ അതിൽ അവർ സത്യസന്ധരുമല്ല. സഹാബത്തിന്റെ പ്രാധാന്യം പല ഹദീസുകളിൽ കൂടെ റസൂൽ ഉണർത്തിയതാണ്. ലാ തസുബ്ബു അസ്ഹാബി, ഒരിക്കൽ പറഞ്ഞു, എൻ്റെ സഹാബികളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഫലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ, ഉഹുദ് പർവ്വതത്തിൻ്റെ അത്ര ഒരാൾ സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മമായി ചെലവാക്കിയാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, സഹാബത്തിൻ്റെ ഒരു പോങ്ങ, 2 കൈയും കൂട്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ അതിൻ്റെ പകുതി അവിടേക്ക് പോലും ഇത് എത്തുകയില്ല. അവർ ചെയ്ത ആ സൽക്കർമ്മത്തിൻ്റെ ഒരു പകുതിയിലേക്ക് ഉഹുദ് പർവ്വതം പോലത്തെ സ്വർണം ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്താലും അത് ലഭിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞ ആ സഹാബത്തിനോടുള്ള ബഹുമാനം, ആദരവുകൾ, അത് ഒരാൾ സൂക്ഷിക്കാനും അത് ശ്രദ്ധിക്കാനും അത് നൽകാനും തയ്യാറാവണം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ മഹബത്തുള്ള ആളാണെങ്കിൽ, ഈ നിലക്കുള്ള സ്നേഹങ്ങൾ, മഹബത്തുകൾ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടുള്ള ഈ മഹബത്തുകൾ, അത് സത്യസന്ധമായതാണ്, അത് സുന്നത്താണ്, അത് പ്രതിഫലാർഹമാണ്, അത് നിർബന്ധമാണ്. ഇത് ദീനുൽ ഇസ്ലാമിൽ നിർബന്ധമാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായി കൊണ്ട് ചില ആളുകൾ പ്രവാചകനോടുള്ള സ്നേഹം വാദിക്കുന്നവരുണ്ട്. അത് ബിദ്അത്തുകളുമാണ്, തെറ്റുമാണ്, പാപകരമാണ്, അള്ളാഹുവിൻ്റെ മഹബത്തിൽ നിന്ന് ആ മനുഷ്യനെ അകറ്റുന്നതുമാണ്. അതുപോലത്തെ മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ആദരവുകൾ, ആദാബുകൾ, പറയുന്നത് സുന്നത്തായ മഹബത്താണ്, അത് പ്രതിഫലാർഹമാണ്. അള്ളാഹുവിലേക്ക് അവൻ്റെ മഹബത്ത് ഈ മനുഷ്യന് നേടിക്കൊടുക്കുന്നതാണ്. ഈ പരലോകത്തെ വിജയത്തിന് ഈ മനുഷ്യന് അത് ഉപകാരപ്പെടുന്നതാണ്. എന്നാൽ പല ആളുകളും തൗഹീദിന് വീഴ്ച വരുത്തുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് ദഅവത്ത് നടത്തിയ അതിന് ഘടകവിരുദ്ധമായി പ്രവാചകനിൽ പരിധി വിട്ട് കടന്നുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ പല രൂപത്തിലും പല രീതിയിലും പറയുന്നു, ആളുകൾ ചെയ്യുന്നു. അത് ബിദ്അത്തിന്റെ മഹബത്താണ്. ആ പറയുന്ന രൂപങ്ങൾ, പ്രവൃത്തികൾ ഈ മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതാണ്. അള്ളാഹുവിൻ്റെ കോപത്തിന് അവൻ വിധേയനാകുന്നതാണ്. കഠിനമായ ശിക്ഷ അതിൻ്റെ പേരിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നതിനോട് കടുക വിരുദ്ധമാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ലാ തതുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. നസാറാക്കളായ ആളുകൾ
മറിയമിൻ്റെ മകനായ ഈസാ നബിയെ പറഞ്ഞു പൊക്കിയതുപോലെ നിങ്ങൾ എന്നെ പറഞ്ഞു പൊക്കരുതേ. അർഹതയില്ലാത്ത കാര്യങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അത് വാദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ പുകഴ്ത്തി പറയാൻ നിൽക്കരുതേ. ഇന്നമാ അന അബ്ദുൻ, നിശ്ചയം ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ റസൂല്, അങ്ങനെ നിങ്ങൾ പറയുവീൻ. അള്ളാഹുവിൻ്റെ റുബൂബിയത്തേറ്റും ബന്ധപ്പെട്ട് ഉലൂഹിയത്തേറ്റും ബന്ധപ്പെട്ട് ഖുറാഫികളായ ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും ആ മഹബത്ത്വാദികളായ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രവാചകരെ, നിങ്ങളോട് വന്ന് ഞാൻ പരിഭവം പറയുന്നു. എൻ്റെ ആ തെറ്റുകൾ എനിക്ക് പുറത്തു കിട്ടാൻ വേണ്ടി, എനിക്ക് മാപ്പ് ലഭിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വന്ന് ഏറ്റു പറയുന്നു പോലത്തെ ഈരടികൾ ധാരാളം ഇതുപോലത്തെ. അതേപോലെ തന്നെ പിന്നെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയതും പേന എഴുതിയതും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതൊക്കെ നിങ്ങളുടെ ഇൽമാണ്. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി വമിൻ ജൂദിക ദുനിയാ വളറതഹ, ഈ പറയുന്ന ദുനിയാവും ആഖിറൊക്കെ നിങ്ങളുടെ ഔദാര്യമാണ് എന്ന് പറയുന്ന ബുർദ എന്നാണ് ബുർദ ബൈത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലൊക്കെ പ്രത്യേകിച്ച് അതിൻ്റെ ആളുകൾ വളരെ ആവേശത്തോടുകൂടെ വളരെ സ്വരമാധുര്യത്തോടുകൂടെ പറയുന്ന ആ പദ്യങ്ങളിലൊക്കെയുള്ള അതും അത് അല്ലാത്ത പല വാദങ്ങളും കാര്യങ്ങളും. ഈ ലോകം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമുണ്ടായിരുന്നു, അതിൽ നിന്നാണ് ആദമിനെയും ആകാശഭൂമികളെയും മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. ഇങ്ങനത്തെ പല ജാതി പൊടിപ്പും തൊങ്ങലും വെച്ച കള്ള ആരോപണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, പറഞ്ഞു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രവാചകനിൽ പരിധി വിട്ടുകിടക്കുന്നത് കാണാം. നിങ്ങൾ എന്നെ ഒരിക്കലും പറഞ്ഞു പുകഴ്ത്തരുതേ. നസാറാക്കളായ ആളുകൾ മറിയമിൻ്റെ മകനായ ഈസാ നബിയെ പറഞ്ഞു പുകഴ്ത്തിയതുപോലെ അള്ളാഹുവിൻ്റെ പുത്രനാണ്, മൂന്നിൽ ഒരാളാണ്, സാലിസു സലാസത്താണ്, ഇബ്നുല്ലാഹി അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പറഞ്ഞ് പുകഴ്ത്തരുതേ. ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുക അബ്ദുല്ലാഹി മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരു മനുഷ്യനോട് പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദൻ. ഒരു വ്യക്തി പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യനെ തിരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കിയോ? അള്ളാഹുവിനോട് കടപിടിക്കുന്ന ഒരാൾ എന്നെയും നീക്ക് അള്ളാഹ് ഉദ്ദേശിച്ചു നിങ്ങളും ഉദ്ദേശിച്ചു എന്നുള്ളൊരു വാക്കിൽ മാത്രം, വിശ്വാസത്തിൻ്റെതൊന്നുമല്ല. ആ മനുഷ്യൻ്റെ വാക്കിൽ ഒരു ശിർക്കിൻ്റെ ഒരു കുഫറിൻ്റെ വചനം വന്നു എന്നുള്ള നിലക്ക്. അതുകൊണ്ട് ഖുൽ മാഷാ അല്ലാഹു വഹ്ദഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചു, അവൻ ഏകൻ, അവൻ മാത്രം എന്ന് പറയേ, എന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് കൂട്ടാതെ. ഇങ്ങനെ പരിധി വിട്ട് കടന്ന് ആളുകൾക്ക് അറിവില്ലാതെ അശ്രദ്ധമായിട്ടുള്ള വചനങ്ങൾ പോലും വരുന്നതിനെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അതിന് കടുക വിരുദ്ധമായി അള്ളാഹു എന്നവിടെ എഴുതി വെക്കും, നേരപ്പുറത്ത് കൊണ്ടുപോയി മുഹമ്മദ് എന്ന് എഴുതി വെക്കും. വാഹനത്തിലോ കടയിലോ വീട്ടിലോ പള്ളിയിലോ ചുമരുമലോ ബോർഡുകളിലൊക്കെ അള്ളാഹു എഴുതിയതിൻ്റെ നേരപ്പുറത്ത് കൊണ്ടുപോയി മുഹമ്മദ് എന്ന് എഴുതി വെക്കുക. ഒരിക്കലും അത് പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മാലിക്കുൽ മുലൂക്കാണ്, റബ്ബുസ് സമാവാതി വൽ അർളാണ്. അള്ളാഹു അല്ലാത്തത് മുഴുവനും ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയാണ് അള്ളാഹുവിൻ്റെ എന്നുള്ളത് നമുക്കത് കൃത്യമായി അറിയിച്ച് പഠിപ്പിച്ച് തന്നതുമാണ്. ഒരിക്കൽ പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു, ഖുൽ ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറൻ. പ്രവാചകരെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കി, എൻ്റെ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു ഉപദ്രവത്തിൽ നിന്ന് എനിക്ക് സുരക്ഷ ലഭിക്കാൻ നൽകാൻ എനിക്കത് സാധ്യമല്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ, അവൻ തീരുമാനിച്ചതല്ലാതെ ഒന്നും. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ. മറഞ്ഞ കാര്യങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ അള്ളാഹു അറിയിച്ചു കൊടുത്ത മറഞ്ഞ കാര്യങ്ങൾ പ്രവാചകൻ അറിയും. അല്ലാത്ത മറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കറിയുന്ന പക്ഷം ഞാൻ നന്മകൾ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയ സൂ, ഒരു വിപത്തും എന്നെ പിടിപെടുകയും എന്നെ തൊടുകയും ചെയ്യുകയില്ലായിരുന്നു എന്ന് പറയും. ഇത്ര കൃത്യമായിട്ട്
നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലം അത് അറിയിച്ച് പഠിപ്പിച്ച് തന്ന് അതിൻ്റെ ശേഷം പിന്നെയും ഇതുപോലത്തെ ഗുലുവിൻ്റെ പരിധി വിട്ട് കടന്ന ബിദ്അത്തിൻ്റേത് അനാചാരപരമായ മഹബത്തിൻ്റെ പ്രകടനങ്ങൾ ആളുകൾ നടത്തുന്നത് അത് തെറ്റാണ്, അത് ദീനിന് വിരുദ്ധമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. വേറൊരായത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്. മാനുഷികമായ എല്ലാ വീക്ക്നെസ്സുകളും മനുഷ്യർക്കുള്ളതുപോലെ എനിക്കും അത് പിടിപെടും, അനുഭവപ്പെടും. എന്നാൽ പ്രത്യേക യൂഹാ ഇലയ്യ, അള്ളാഹുവിൻ്റെ വഹി എന്നിലേക്ക് നൽകപ്പെടുന്നു, അള്ളാഹുവിൻ്റെ സന്ദേശം എന്നിലേക്ക് നൽകപ്പെടുന്നു എന്നുള്ളതാണ് എനിക്കുള്ള പ്രത്യേകത. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ മഹബത്ത് ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ശരിയായതാണോ എന്ന് പരിശോധിക്കുകയും ആ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുക, വാക്കിലും പ്രവൃത്തിയിലും അവരെ വിശ്വാസം. അതിന് വിരുദ്ധമായ പരിധി വിട്ടുകടന്ന മഹബത്തിൻ്റെ പ്രകടനങ്ങൾ വാക്കിലോ പ്രവൃത്തിയിലോ അവരുടെ വിശ്വാസാദർശത്തിലോ ഒരിക്കലും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യൽ നിർബന്ധമാണ്. അത് അവരുടെ വിജയപരാജയം അതിൻ്റെ മേൽ അവരുടെ വിജയപരാജയങ്ങൾ അതിൻ്റെ മേൽ തുടർന്ന് അവർക്ക് ലഭിക്കുന്നതുമാണ്. ശരിയായ ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മഹബത്താണെങ്കിൽ അത് മഹത്തായ പ്രതിഫലങ്ങൾ, അള്ളാഹുവിൻ്റെ സ്നേഹവും പാപമോചനവും അതൊക്കെ അവന് ലഭിക്കുന്നത്, ഈ ലോക പരലോകത്തുള്ള വിജയം അവന് കരസ്ഥമാക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് ബിദ്അത്തിൻ്റെ അനാചാരത്തിൻ്റെ കിതാബ് സുന്നത്തിൻ്റെ പരിധിയിൽ നിന്ന് വിട്ടുകടന്നുകൊണ്ട് പരിധി വിട്ടുകടന്ന മഹബത്തും അതിൻ്റെ പ്രകടനങ്ങളാണെങ്കിൽ അത് ആ മനുഷ്യന് നഷ്ടത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നതാണ്. അവനെ വിജയിക്കാനോ അള്ളാഹുവിൻ്റെ മഹബത്ത് കരസ്ഥമാക്കാനോ സാധിക്കാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബത്തുണ്ട് എന്ന് ആര് വാദിക്കുന്നുണ്ടെങ്കിലും ആ പ്രവാചകന്റെ സുന്നത്തിന് അവൻ്റെ അടുത്ത് എത്ര പ്രാധാന്യമുണ്ട്, എത്ര പരിഗണനയുണ്ട് എന്ന് വെച്ച് നോക്കിയാൽ അവൻ്റെ മഹബത്ത് ശരിയാണോ തെറ്റാണോ, നമ്മുടെ മഹബത്ത് അത് ശരിയായ ദിശയിലാണോ മാർഗത്തിലാണോ എന്ന് നമുക്ക് വിലയിരുത്താനും നമുക്ക് മനസ്സിലാക്കാനും കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മഹബത്തിൻ്റെ പ്രകടനമായി ഇന്ന് മുസ്ലിം ഉമ്മത്ത് ലോകത്ത് നല്ലൊരു വിഭാഗം ആളുകൾ കൊണ്ടാടുന്ന മീലാദുൻ നബി വർഷത്തിലൊരിക്കൽ പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന് തെളിയിക്കാൻ അവർ ചെയ്യുന്ന ചടങ്ങുകളും കാര്യങ്ങളുമാണ്. ഈ മീലാദുൻ നബി എന്ന് പറയുന്ന നബിദിന ആഘോഷം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകന്റെ കാലത്തോ സഹാബികളുടെ കാലത്തോ ഉത്തമരായ 3 നൂറ്റാണ്ടിലോ ഒന്നും ഈ മുസ്ലിം ഉമ്മത്തിൽ ഇത് പരിചയം തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ. അത് നടത്തുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ പറഞ്ഞത് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല, അത് പ്രേരിപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ സഹാബികളോ താബിഈങ്ങളോ താബിഈങ്ങളോ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരും തന്നെ ഈ കാര്യം ചെയ്തിട്ടേ ഇല്ല. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത്. അത് ഹിജ്റ 300 ശേഷം വന്ന് മലിക്കുൽ മുദഫർ ധീരനായ ഒരു രാജന ഇർബൽ ഭരിച്ചവരാണവർ വൻ ധർമ്മിഷ്ഠന. ഈ പറയുന്ന ഇറാഖിലുണ്ടായിരുന്ന ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു രാജാവ്, കൗക്കബൂരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര്, ഇർബൽ എന്ന് പറയുന്ന ആ നാട്ടിലുണ്ടായിരുന്ന എന്താ അദ്ദേഹത്തിന് പേരുണ്ട്, ആ പേരിൽ അറിയപ്പെട്ട ആ മനുഷ്യൻ അദ്ദേഹമാണ് വിപുലമായ നിലക്ക് അൽ മലിക്കുൽ മുദഫർ അബൂ സഈദ് കൗക്കബൂരി ഫി മദീനത്തി ഇർബൽ, ഇറാഖിലുണ്ടായിരുന്ന ഇർബൽ പട്ടണത്തിൽ വലിയ സമ്മാനങ്ങളും ഭക്ഷണ വിഭവങ്ങളും വസ്ത്രങ്ങളും അതൊക്കെ ആളുകൾക്ക് നൽകി വിപുലമായ നിലക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആഘോഷിച്ചുകൊണ്ട് ഹിജ്റ 700 വർഷ കാലഘട്ടത്തിൽ, ഹിജ്റ 600 അവസാനം ഹിജ്റ 700 തുടക്കത്തിലായിട്ട് ആ മനുഷ്യനാണിത് ലോകത്ത് ഇത്ര വിപുലമായ നിലക്കത് പ്രചരിപ്പിക്കാൻ കാരണക്കാരനായത് ആ വ്യക്തിയാണ്. മുല്ല ഉമർ എന്ന് പറയുന്ന ഒരു മിസ്റിൽ നിന്നുണ്ടായിരുന്ന ഒരു സൂഫിയായ ആൾ ഇറാഖിൽ പോവുകയും ഈ രാജാവിനെ കണ്ടുമുട്ടുകയും ഇയാൾക്ക് ദാനധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മഹബത്ത് അത് കൂടുതൽ പ്രകടിപ്പിക്കുന്ന വ്യക്തിയുമായിരുന്നു. ശർഈയായ ഇൽമ് ഖുർആൻ സുന്നത്തിനെ കുറിച്ചുള്ള വിവരം അത് കുറവുള്ള ആളുമായിരുന്നു. അധികാരമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, നന്മയോട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഈ രാജാവിൻ്റെ അടുത്ത് മുല്ല ഉമർ എന്ന് പറയുന്ന ഈജിപ്തുകാരനായ ഒരു മനുഷ്യൻ, സൂഫിയായ ഒരാൾ ചെന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹത്തിനോട് അതിൻ്റെ മദ്ഹുകളും അതിൻ്റെ ആദരവുകളും റസൂലിനോടുള്ള മഹബത്തും പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹം വലിയ ഭക്ഷണങ്ങൾ സംഘടിപ്പിക്കുകയും വലിയ സമ്മാനങ്ങൾ ആളുകൾക്ക് കൊടുക്കുകയും നാട്ടിൽ വിളംബരം ചെയ്യുകയും ചെയ്ത്
അങ്ങനെയാണ് വിശാലമായ നിലക്ക് ഈ മീലാദുൻ നബി ഈ പറയുന്ന ജന്മദിനാഘോഷം എന്ന് പറയുന്നത് അത് പ്രചരിപ്പിച്ചത്. അങ്ങനെയാണ് പിന്നീട് മുസ്ലിം രാജ്യങ്ങളിലേക്കൊക്കെ ഇത് വന്നത്. ഹിജ്റ 400 കാലഘട്ടത്തിലാണ് ഇത് ചെറിയ നിലക്ക് തുടക്കം കുറിച്ചത്. ഉബൈദികൾ എന്ന് പറയുന്ന ഷിയാക്കളാണ്, റാഫിളുകളാണ്. ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെട്ട സ്വയം അവർ പറയുമായിരുന്നു ഞങ്ങൾ ഫാത്തിമികളാണ് എന്ന്. അബ്ബാസി ഭരണകൂടത്തിന് മിസ്റിലും ഷാമിലും ഇറാഖിലും മുസ്ലിം രാജ്യങ്ങളിലുണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരികളായ ആളുകളെ മിസ്റിലും ഷാമിലും തകർത്ത് അധികാരത്തിൽ വന്ന തീവ്ര നിലപാടുണ്ടായിരുന്ന ഒരു വിഭാഗം റാഫിദികൾ, ഷിയാക്കളാണ് ഉബൈദികൾ. അവർ കള്ളത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് ഞങ്ങൾ ഫാത്തിമികളാണ്. ഫാത്തിമികൾ എന്ന് പറഞ്ഞാൽ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളുടെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ എന്ന് കള്ളമായി കൊണ്ട് അവർ പ്രചരിപ്പിച്ചിട്ട് ഷിയാക്കൾ അധികാരത്തിൽ വന്നപ്പോൾ അഹ്ലു സുന്നയുടെ ജനങ്ങൾ ഈ പറയുന്ന ഭരണാധികാരികളോട് സഹകരിക്കാതെ നിന്നപ്പോൾ അവർക്ക് ഭരണത്തിൽ സഹകരിക്കാൻ വേണ്ടി അവർ പടച്ചുണ്ടാക്കിയ ഒരു ചടങ്ങാണ് നബിദിനാഘോഷം എന്ന് പറയുന്നത്. അതിന് അവർക്ക് പ്രചോദനമായത് ജൂതന്മാരും നസാറാക്കളും അവരുടെ ദീനിൽ നടത്തുന്ന ക്രിസ്തുമസ് പോലത്തെ ആഘോഷങ്ങളാണ്. ക്രിസ്മസ് പോലത്തെ ഈസാ നബിയുടെ ജന്മദിനവും മറ്റുമായി അവർ കൊണ്ടാടിയിരുന്ന ആഘോഷങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഉബൈദികൾ എന്ന് പറയുന്ന ഈ ഷിയാക്കളെ കുറിച്ച് പറയുന്നത് അവർ മതനിഷേധികളാണ്, അവർ ബാത്തിനികളാണ്. ബാത്തിനികൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ സത്യനിഷേധം അത് മറച്ചുവെക്കുകയും പുറമേത്തേക്ക് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളും ആരാധനകളും ചടങ്ങുകളും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇതാണ് ബാത്തിനികൾ എന്ന് പറയും. അവർ കുഫാറുകളാണ് എന്ന് പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർ അവരെക്കുറിച്ച് വിധിയെഴുതിയതാണ്. ഫഫിൽ ഖർനിർ റാബിഇൽ ഹിജരി, ഹിജറ 4-ാമത്തെ വർഷത്തിൽ, ഉത്തമരായ നൂറ്റാണ്ടിലുള്ള മുസ്ലിമീങ്ങളൊക്കെ കഴിഞ്ഞു പോയി, സഹാബികളും താബിഈങ്ങളൊക്കെ മരിച്ചു പിരിഞ്ഞു പോയതിന് ശേഷം ഹിജറ 4-ാമത്തെ നൂറ്റാണ്ടിൽ വഹറ ബനു ഉബൈദ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ അവർ രംഗത്ത് വന്നു. അൽ മുത്തസമ്മൂന സൗറൻ ബിൽ ഫാത്തിമിയീൻ, കള്ളമായിട്ട് അവരെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾ ഫാത്തിമികളാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരമക്കളാണ് എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്തുകൊണ്ട് അത് കള്ളത്തരത്തിൽ അവർ പറഞ്ഞതാണ്. അങ്ങനെ വമിൻ സമ്മ ഖറജു അലൽ ഖിലാഫത്തിൽ അബ്ബാസിയ, അബ്ബാസി ഭരണകൂടങ്ങൾ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആ ഭരണകൂടത്തിനെതിരിൽ ഇവർ രംഗത്ത് വരികയും അവരെ തകർത്ത് അഖാമുദ്ദൗലത്തുൽ ഫാത്തിമിയ്യത ഫീ മസ്ർ വശാം, മിസ്റിലും ഷാമിലും ഈ പറയുന്ന റാഫിദ് ഷിയ ഭരണകൂടം അവർ നിലവിൽ വന്നു. അങ്ങനെ വന്നപ്പോൾ വലം യർത്തദിൽ മുസ്ലിമൂന ഫീ മിസ്ർ വശാം സീറത്തഹും ഫിൽ ഹുക്ം, ഇവർ ഭരണം നടത്തുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സലഫികളായ സുന്നികളായ തൗഹീദുള്ള ആ മുസ്ലിമീങ്ങൾ അത് ഇഷ്ടപ്പെട്ടില്ല ഇവർ രാജ്യം ഭരിക്കുന്ന വിഷയത്തിൽ. അപ്പോൾ ഫഖാഫ ബനു ഉബൈദിൻ മിൻ സൗറത്തിൻ നാസി അലൈഹിം, ഭരണകൂടത്തിനെതിരിൽ അവിടെയുള്ള ജനങ്ങൾ തിരിയുമെന്ന് ഇവർ ഭയപ്പെട്ടപ്പോൾ ഫഹാവലു ഇസ്തിമാലത ഖുലൂബിഹിം, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളെ ഹൃദയങ്ങളെ വശീകരിക്കാൻ വേണ്ടി വകസ്ബി അവാതിഫിഹിം ബിഇഹ്ദാസിൽ ഇഹ്തിഫാലാത്തിൽ ബിദഇയ്യ, അനാചാരപരമായ ഈ ആഘോഷങ്ങൾ അവർ കൊണ്ടുവന്നു. റസൂലിനുള്ള മഹബത്ത് എന്നുള്ളതാണ് അതിൽ മുന്നിൽ അവർ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട്, റസൂലിൻ്റെ സന്താനങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വർഷാവർഷത്തിൽ ഈ ആഘോഷവും അതിൻ്റെ പേരിൽ സമ്മാനങ്ങളും ഭക്ഷണ വിതരണങ്ങളും ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ഫഖ്തറ ഹാക്കിമുഹും ആനദാക അൽ മുഇസ്സു ലിദീനില്ലാഹി അൽ ഉബൈദി, അവരുടെ അന്നത്തെ ഭരണാധികാരി അൽ മുഇസ്സു ലിദീനില്ലാഹി എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ പുതിയതായിട്ട് കൊണ്ടുവന്ന് മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1, വ മൗലിദൻ ലി ഫാത്തിമ റളിയല്ലാഹു അൻഹ 2, വ അലിയിൻ 3, വൽ ഹസനി വൽ ഹുസൈൻ, ഈ പറയുന്ന മറ്റ് 5 പേർക്കുള്ള മൗലിദും പിന്നെ ഈ പറയുന്ന ഭരണാധികാരിയുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള മറ്റൊരു മൗലിദും, വലി ജമാഅത്തിൻ മിൻ സുലാലത്തി ആലിൽ ബൈത്തി റളിയല്ലാഹു അൻഹു, പ്രവാചക കുടുംബത്തിൽപ്പെട്ട മറ്റു ചിലർക്കുള്ള വേറെ മൗലിദുകളും അവരുടെ ഗുണങ്ങളും അവരുടെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് വതതാബഅത് ഫീ ദൗലത്തിഹിം ഇഹ്തിഫാലാത്തുൻ ഉഖ്റാ, ഇതല്ലാത്ത മറ്റ് പല ആഘോഷങ്ങളും അവർ കൊണ്ടുവന്നു. ദീനുൽ ഇസ്ലാമിൽ മുമ്പ് അറിയപ്പെടാത്ത ഹിജ്റ വർഷത്തിൻ്റെ ഒരാഘോഷം, അതേപോലെ തന്നെ വർഷാരംഭത്തിനൊരാഘോഷം, ഇസ്രാ മിഅ്റാജിൻ്റെ ആഘോഷം, ഇതല്ലാത്ത മറ്റ് ചില ആഘോഷങ്ങളൊക്കെ അവർ ആ ഭരണകൂടത്തിൻ്റെ അവരുടെ സ്വാധീനത്തിൽ മുസ്ലിം സമൂഹങ്ങളിൽ കൊണ്ടുവന്നു. അങ്ങനെ വർഷങ്ങളായിട്ട് ഇത് കൊണ്ടുവന്ന് പിന്നീട് അവരുടെ ഭരണം അവസാനിക്കലോടുകൂടെ അത് മിസ്ർ ഷാമിൽ അത് അവസാനിച്ചു പോയിരുന്നു. പിന്നീട് അതിൽ ഒറ്റയും കൂട്ടവുമായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ മുല്ല ഉമർ എന്ന് പറയുന്നൊരു മനുഷ്യൻ മിസ്റിൽ നിന്നിട്ട് ഇറാഖിലേക്ക് പോവുകയും അവിടെയുണ്ടായിരുന്ന ദാനധർമ്മിഷ്ഠനായ ഈ ഭരണാധികാരിയുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും
അദ്ദേഹം വലിയ സമ്മാനങ്ങളും ആഘോഷങ്ങളുമായിട്ട് വിപുലമായ രീതിയിൽ ഈ മീലാദുകൾ ആഘോഷിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മുസ്ലിം രാജ്യങ്ങളിൽ ഇത് പ്രചരിക്കും ചെയ്തു എന്നുള്ളതാണ്. മിസ്രിലുണ്ടായിരുന്ന വലിയ വലിയ അറിയപ്പെട്ട അബ്ദുറഹ്മാൻ ജബറത്തി പോലത്തെ അറിയപ്പെട്ട ചരിത്രകാരന്മാരും അല്ലാത്തവരുമൊക്കെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി അവർ ഇത് എഴുതി രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ മീലാദ് ദീനുൽ ഇസ്ലാമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളുടെ കൂട്ടത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന കുരിശ് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, മുസ്ലിം രാജ്യങ്ങളിലുള്ള ആളുകളെ തകർക്കുകയും ഭരണകൂടങ്ങളെ തകർക്കുകയും മുസ്ലിമീങ്ങളെ കൊല്ലുകയും ചെയ്ത കുരിശ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത നെപ്പോളിയൻ ബോണപ്പാർട്ട് വർഷാവർഷത്തിൽ റബീഉൽ അവ്വൽ മാസം വരുന്ന സമയത്ത് മിസ്റിലും മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിലും അതിനുവേണ്ടി ഫണ്ടുകൾ കൊടുത്തിരുന്നു. അതിനുവേണ്ടി ഇത് നടത്താൻ വേണ്ടിയുള്ള ഫണ്ടുകൾ കൊടുത്തിരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പടയോട്ടം എന്താണ് എന്നുള്ള ചരിത്രത്തിൽ വായിച്ചു നോക്കിയാൽ നമുക്കറിയും. മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കുകയും മുസ്ലിം രാജ്യങ്ങൾ തകർക്കുകയും ഭരണാധികാരികളെ പിടിച്ചുകെട്ടി വധിക്കുകയും മുസ്ലിമീങ്ങളെ വളരെ നിലക്കും വർഗീയമായ നിലക്ക് അവരെ പീഡിപ്പിക്കുകയും കൊല നടത്തുകയും ചെയ്ത ഭരണാധികാരിയാണ് നെപ്പോളിയനും അതുപോലത്തെ കുരിശ് യുദ്ധത്തിൻ്റെ ആളുകൾ. അവർ വർഷാവർഷത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച് ഈ ആഘോഷങ്ങൾ നടത്താൻ അവിടെയുള്ള മുസ്ലിമീങ്ങൾക്കും മുസ്ലിം സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്കും ഇത് നടത്തുന്നവർക്കും ഫണ്ടുകൾ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതല്ലാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആഘോഷങ്ങൾ ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അവിടുത്തെ സഹാബത്തിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഏറ്റവും അധികം സ്നേഹവും ബഹുമാനവും ആദരവും കാണിച്ചത് ഈ സഹാബത്തല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് റസൂലിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ സുന്നത്ത് അത് മുറുകെ പിടിച്ചുകൊണ്ട് അത് ജീവിതചര്യയാക്കി മുന്നോട്ട് പോയി ചെയ്ത ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ ആരാണ് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ മുഇസ്സുൽ ദീനില്ല എന്ന് പറയുന്ന ഉബൈദിയുടെ ഭരണാധികാരി ആ മനുഷ്യൻ്റെ അടുത്ത് വന്ന് ആ കൊട്ടാര പണ്ഡിതന്മാർ പലപ്പോഴും പാടുന്ന ഒരു പദ്യത്തിൻ്റെ ഈരടി മാ ശിഅത ലാ മാ ശാഅത്തിൽ അഖ്ദാറു ഫൽ ഹുക്മു ഫഹ്കും വ അൻതൽ വാഹിദുൽ ഖഹാറു എന്ന് ആ മനുഷ്യരോട് പറയുമായിരുന്നു. മാ ശിഅത, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചതാണ് കാര്യങ്ങളൊക്കെ, അതല്ലാതെ അള്ളാഹുവിൻ്റെ ഖദറും തീരുമാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഫഹ്കും, നിങ്ങൾ കണ്ടതുപോലെ തീരുമാനിച്ചോളി, നിങ്ങൾ ഭരണം നടത്തിക്കോളി, നിങ്ങൾ വിധി നടപ്പാക്കിക്കോളി. ഫഅൻതൽ വാഹിദുൽ ഖഹാറു, നിങ്ങളാണ് ഏകൻ, നിങ്ങളാണ് എല്ലാവരെയും ആധിപത്യത്തോടുകൂടെ ഭരിച്ച് നിയന്ത്രിക്കാൻ കഴിവുള്ള ആൾ. ആരാ വാഹിദുൽ ഖഹാർ? ആരാണ് മുസ്ലിമീങ്ങളായ ആളുകളോട് ആരോട് ചോദിച്ചാലും ആരാണ് അൽ വാഹിദുൽ ഖഹാർ? മൻ ഹുവൽ വാഹിദുൽ ഖഹാർ യാ മുസ്ലിമീൻ? ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ മനുഷ്യൻ്റെ മുന്നിൽ വന്ന് കൊട്ടാര പണ്ഡിതന്മാരിത് പറയുമായിരുന്നു. ഇതല്ലാത്തത് ഒരുപാടുമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഇവരെക്കുറിച്ച് പറഞ്ഞത് ഇവർ കുഫാറുകളാണ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. ഇവർ മജൂസികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും ഉടലെടുത്ത് വന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൊട്ടാരത്തിലും അവരുടെ പരിസരങ്ങളിലും അവരുടെ ഭരണത്തും സ്വാധീനമുണ്ടായിരുന്നത് ജൂതന്മാർക്കും നസാറാക്കൾക്കും മജൂസികൾക്കുമായിരുന്നു. മുസ്ലിമീങ്ങളെ എല്ലാ നിലക്കും അവർ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ആട്ടി അകറ്റുകയും ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായ സംഭവങ്ങളാണ്. സത്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന തെളിവുകളും അതല്ലാത്ത തെളിവുകളും വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ശരിയായ നിലക്ക് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതുപോലെ ആദരിച്ചതുപോലെ ആദരിക്കാനും ആ പ്രവാചകന്റെ സുന്നത്ത് ശരിക്ക് പഠിച്ച് മുറുകെ പിടിച്ച് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബിദ്അത്തിൻ്റെയും ളലാലത്തിൻ്റെയും അനാചാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെയും മാർഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم وفقنا لما تحبه وترضى وثبتنا على دينك الإسلام يا ذا الجلال والإكرام. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وحلما وفهما وعقلا وأدبا كاملا يا ذا الجلال والإكرام. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. سبحانك اللهم